തെറ്റുകളിലേക്കാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ചിന്തകൾ കടന്നു പോകുന്നത് എന്ന് 100% ഉറപ്പാണ്. ഹറാമ് കാണാനും ഹറാമ് കേൾക്കാനുമുള്ള ചിന്തയും അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളുമാണ് മനുഷ്യരായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നെൻ്റെ പ്രിയമുള്ളവരെ 100% ഉറപ്പാണ്. എന്നാൽ പരിശുദ്ധമായ പുണ്യമായ റജബിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, വളരെ പെട്ടെന്നാണ് എൻ്റെ പ്രിയമുള്ളവരെ ഈ റജബ് നമ്മിൽ നിന്ന് ഇനി വിട പറയുക. ഏറ്റവും പവിത്രമായ ശഅബാനിലേക്ക് ഇതാ നമ്മൾ കടന്നു പോവുകയാണ്. ഇനി നമ്മുടെ മാസം ഉമ്മത്തിന്റെ മാസം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ പരിശുദ്ധമായ റമളാനിലേക്ക് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ കാലെടുത്ത് വെക്കാനിരിക്കുകയാണ്. ആ റമളാനിന്റെ മഹത്വങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് പറയാൻ. നമ്മൾ എത്ര പറഞ്ഞാലും തീരില്ല, എത്ര തന്നെ അവിടുന്ന് വ്യാഖ്യാനിച്ചാലും തീരില്ല. എന്നാൽ അതാ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മ തിന്മകൾ ഇങ്ങനെ തൂക്കുകയാണ്. പടച്ചനെ അതാ റസൂലുള്ളാഹി പറയുകയാ, നന്മയും തിന്മയും അവിടുന്ന് എടുത്തിട്ട് റബ്ബേ തിന്മയാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കമായിട്ട് നിൽക്കുന്നതെങ്കിൽ അതാ അവിടുന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാ, മോനെ നിന്റെ മുമ്പിലേക്ക് അല്ലാഹു റജബ് തന്നില്ലേ, ശഅബാനിനെ നിനക്ക് തന്നിട്ടില്ലയോ? എന്നിട്ടും നിനക്ക് നന്നാകാനുള്ള മനസ്സും ശരീരവും നിനക്കുള്ള കഴിവും ചിന്തയും അല്ലാഹു തആല തന്നില്ലേ? നിനക്കതിലേക്ക് കടന്നു പോകാനുള്ള അവസരങ്ങൾ എന്തേ ഉണ്ടായില്ലേ എന്നതാ പടച്ച തമ്പുരാന് നമ്മോട് ചോദിക്കുമല്ലോ. എന്തേ അങ്ങനെ ചോദിക്കാനുള്ള കാര്യമെന്തേ? എന്തേ അങ്ങനെ ചോദിക്കാനുള്ള കാര്യമെന്തേ? എൻ്റെ പ്രിയമുള്ളവരെ, അത് പരിശുദ്ധമായ റജബിനും ഈ ശഅബാനിനും അത്രത്തോളം മഹത്വമുള്ളത് കൊണ്ടാ. ഇത് അള്ളാഹുവിന്റെ മാസമാണെങ്കിൽ ഇനി വരുന്നത് റസൂലുള്ളാഹിന്റെ മാസമാണ്. റസൂലുള്ള ആദരിച്ച, റസൂലുള്ള ബഹുമാനിച്ച, ഇത് എൻ്റെ മാസമാണെന്ന് പറഞ്ഞിട്ടുള്ള മാസമാണല്ലോ. അതാത് കഴിഞ്ഞാ നമ്മിലേക്ക് കടന്നു വരുന്നത് പുണ്യമായ റമളാനാണ്. റമളാൻ എന്ന് പറഞ്ഞാൽ പുണ്യങ്ങളുടെ പൂക്കാലമാണ് എൻ്റെ പ്രിയമുള്ളവരെ. അത് പുണ്യങ്ങളുടെ പൂക്കാലമാണല്ലോ. അല്ലാഹുവേ, ഓരോ പ്രവർത്തനങ്ങൾക്ക് അമലുകൾക്ക് അല്ലാഹു തആല ഇരട്ടിയായിട്ട് പ്രതിഫലം നൽകുന്നതാ. അങ്ങനത്തെ സാഹചര്യങ്ങളുള്ള പരിശുദ്ധമായ മാസങ്ങള്, ഈ സമയങ്ങള്, ഈ ദിവസങ്ങള്, ഇതെല്ലാം നമ്മുടെ മുമ്പിലേക്ക് പടച്ച റബ്ബ് അനുഗ്രഹമായിട്ട് തന്നിട്ട് ഇതിനെയെല്ലാം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത നമ്മള്, ഇതിനെയെല്ലാം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത നമ്മള് എത്രയോ വലിയ അധഭാഗ്യരാ, എത്രയോ വലിയ അധഭാഗ്യരാണ് എൻ്റെ പ്രിയമുള്ളവരെ. ഏറ്റവും കൂടുതൽ പരിശുദ്ധമായ പുണ്യமான ഈ മാസം കടന്നു വരുമ്പോ നമ്മുടെ ഹൃദയത്തിനകത്തൊക്കെ ഉണ്ടാകേണ്ട കാര്യമാണ് വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണല്ലോ. ഖുർആൻ ശപിക്കുന്ന വിഭാഗമുണ്ട്, ഖുർആൻ ശപിക്കുന്ന വിഭാഗമുണ്ട്. ചില വീടിന്റെ ഉള്ളറയിൽ വെച്ചിട്ട് വിശുദ്ധമായ ഖുർആൻ ഇരുന്നിട്ട് കരയുകയാണ്. അവിടെ നിന്ന് ഖുർആൻ ഇരുന്നിട്ട് കരയുകയാണ്. ഏത് വീടാണെന്നറിയോ? ഏത് വീടാണെന്നറിയോ? അതാ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വിശുദ്ധമായ ഖുർആനിനെ എടുത്ത് ഓതാത്ത വീടുകളുണ്ടല്ലോ. ആ ഖുർആൻ തന്റെ വീടിന്റെ ഷെൽഫിനകത്തുണ്ടായിട്ട് പോലും പടച്ച റബ്ബേ, ആ വീടിനകത്ത് പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ഓതാത്ത വീടാണെങ്കിൽ നിന്റെ വീടിനകത്ത് വെച്ചിട്ട് വിശുദ്ധമായ ഖുർആൻ ഇരുന്നിട്ട് കരയുമെന്ന് അതാ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഹൃദയത്തിലേക്ക് വിശുദ്ധമായ ഖുർആനിന്റെ ആ പുണ്യമായ വാക്യങ്ങൾ കടന്നു വരണല്ലോ. വിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും വലിയ മനോഹരിത കടന്നു വരണല്ലോ. അത് നമ്മുടെ ഹൃദയത്തിനകത്തില്ലാതെ പോയാൽ
ചെയ്താൽ ജീവിതത്തിനകത്ത് മുഴുവൻ പരാജയമാണല്ലോ. നമുക്ക് വിജയിക്കാൻ കഴിയില്ല. ഓരോ വിജയത്തിന്റെ വഴികളും താണ്ടിയവരോടൊന്ന് ചോദിക്ക, നിങ്ങൾ ഖുർആൻ എടുത്തിട്ട് ഓതിയിട്ട് വിജയിച്ചവരാണോ എന്ന്. അവർക്ക് ഏറ്റവും കൂടുതൽ വിജയത്തിലേക്ക് കടന്നു വന്നതിന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, അവര് ഖുർആൻ കൊണ്ട എത്ര ആളുകളാണ് ഖുർആൻ കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഇസ്ലാം എന്ന് കേട്ട് കഴിഞ്ഞ വല്ലാത്ത ദേശമായിരുന്നു ഉമർ തങ്ങൾക്ക്. വല്ലാത്ത ദേശമായിരുന്നു ഉമർ തങ്ങൾക്ക്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അവിടുന്ന് വല്ലാത്ത ദേശമായിരുന്നല്ലോ. റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടി കടന്നുപോയവരല്ലേ ഉമർ. ആ ഉമർ ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് ഊരിപ്പിടിച്ച വാളുമായിട്ട് കടന്നു പോകുമ്പോ ആരോ പറയുകയാ, ഉമറെ, നീ എങ്ങോട്ടാ പോകുന്നത്? മുഹമ്മദിന്റെ തലയെടുക്കാനാണെന്ന് പറയുമ്പോൾ അറേബ്യൻ മണ്ണിലൂടെ പടച്ചവനെ കുതിരപ്പുറത്ത് ഊരിപ്പിടിച്ച വാളുമായിട്ട് കടന്നു പോകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ ഉമർ തങ്ങളെ തടുത്തു നിർത്തിക്കൊണ്ട് പറയുന്ന, ഉമറേ, മുഹമ്മദിന്റെ തലയെടുക്കുന്നതിന്റെ മുമ്പ് നീ ഒന്ന് അറിയണം ഉമറേ, നിന്റെ സഹോദരി ഫാത്തിമ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടല്ലോ. നിന്റെ പ്രിയപ്പെട്ട സഹോദരി ഫാത്തിമ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നീ ആദ്യം തലയെടുക്കേണ്ടത് നിന്റെ സഹോദരിയായ ഫാത്തിമയുടേതാണ്. അതുകൊണ്ട് നീ അങ്ങോട്ട് ചെല്ലണമെന്ന് പറയുമ്പോ ദേഷ്യപ്പെട്ടുകൊണ്ട് പടച്ചവനെ ഉമർ തങ്ങൾ നേരെ തിരിച്ചു. അവിടെ എത്തി വിശുദ്ധമായ ഖുർആനിന്റെ വാക്യങ്ങളാണ് കേട്ടത്. ഹൃദയത്തിനകത്ത് വല്ലാത്ത മാനസാന്തരം സംഭവിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കാൻ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയമുള്ളവരെ ചരിത്രത്തിൽ കാണാം. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജോലി എന്തെന്നറിയോ? ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു വഴിയിലിങ്ങനെ കാത്തു നിൽക്കും. ആരെയാ കാത്തു നിൽക്കുന്നത്? വല്ല യാത്രാ സംഘവും വരുന്നുണ്ടെങ്കിൽ പടച്ചവനെ അവരാക്രമിക്കാം, എന്നിട്ട് പണം തട്ടിയെടുക്കാം. സുന്ദരികളായ പെണ്ണുങ്ങളുണ്ടെങ്കിൽ വ്യഭിചരിക്കുമായിരുന്നു എന്റെ പ്രിയമുള്ളവരെ. അത്രത്തോളം ജീവിതത്തിൽ ഒരുപാട് തിന്മകളിലൂടെ കടന്നു പോയവരാണ് ഫുളൈൽ ഇബ്നു ഇയാദ്. അവസാനം ഒരു ദിവസമാണ് എന്റെ പ്രിയമുള്ളവരെ ഒരു പെണ്ണിങ്ങനെ കടന്നു വരുന്നുണ്ട്. ആ പെണ്ണിനെ തനിക്ക് വ്യഭിചരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ നിൽക്കുമ്പോ, അല്ലാഹുവേ, പടച്ചവനെ, ആ പെണ്ണ് വല്ലാത്ത ആബിദത്തായ ഒരു പെണ്ണാണ്. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മഹതിയായിരുന്നു. നേരെ പടച്ച റബ്ബേ, ആ പെണ്ണ് പറയുകയാണ്, പെണ്ണിന്റെ കൂടെ ഇങ്ങനെ കൂടിയപ്പോ, അവിടുന്ന് കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ, അവിടുന്ന് ശരീരത്തിലേക്ക് പിടിക്കാൻ വരുമ്പോ, ഞാനൊന്ന് നിസ്കരിക്കട്ടെ, എന്നിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറയുമ്പോ ആ സ്ത്രീ അതാ തന്റെ വീട്ടിനകത്തേക്ക് നടന്നു പോവുകയാണ്. ആ വീട്ടിന്റെ അടുത്തേക്ക് കടന്നു ചെന്നിട്ടോ അവിടെ എത്തിയിട്ടതാ പ്രിയപ്പെട്ട സഹോദരി അവിടെ നിന്ന് നിസ്കരിക്കുകയാണ്. വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളോട് കണ്ണീരോടുകൂടെ ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നരകത്തെ ഓർത്തുകൊണ്ടുള്ള ആയത്ത്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ടുള്ള ആയത്ത്. ഇനിയും നിങ്ങൾക്ക് പടച്ചുറപ്പിലേക്ക് ഖേദിച്ചു മടങ്ങാൻ സാധ്യമായില്ലയോ? ഇനിയും നിങ്ങൾക്ക് സമയമായില്ലേ എന്ന് ചോദിക്കുന്ന പടച്ച തമ്പുരാന്റെ ഖുർആനിലെ ആയത്തെടുത്തിട്ട് ഓതിയപ്പോ എന്റെ പ്രിയമുള്ളവരെ, ആ ഖുർആനിന്റെ ആയത്ത് അതാ പുറത്തു നിന്ന് കേൾക്കുന്ന ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു തന്റെ ശ്രവണയിലേക്ക് കടന്നു വന്നപ്പോൾ തന്റെ കാതിലേക്ക് ആ വിശുദ്ധമായ ഖുർആനിന്റെ ധ്വനി ഇങ്ങനെ അടിച്ചപ്പോൾ അതാ പടച്ച റബ്ബേ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഹൃദയത്തിലേക്ക് മാനസാന്തരം സംഭവിക്കുകയാണ്. പടച്ച റബ്ബിനെ വല്ലാത്ത പേടി കടന്നു വരികയാ. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവരായി മാറിയെന്ന് ചരിത്രം പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ,
ചരിത്രം അങ്ങനെയാ പഠിപ്പിക്കുന്നത്. അല്ലാ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. അതാണ് മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ എന്ന് കേട്ടാ മക്ക മുഴുവനും വിറക്കുമായിരുന്നല്ലോ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് കേട്ടാൽ കരയുന്ന കൊച്ചു കുട്ടികൾ പോലും അവരെ കരച്ചിൽ നിർത്തുമായിരുന്നല്ലോ. ഭക്ഷണം കഴിക്കാത്ത കുട്ടികളോട് ഉമ്മമാര് പറയാറുണ്ടത്രേ, മോനെ ഉമർ വരുന്നുണ്ട്, ഞാൻ ഉമറിനോട് പറയുമെന്ന് പറഞ്ഞാൽ പടച്ചവനെ ആ മക്കള് വേഗം ഭക്ഷണം കഴിക്കുമായിരുന്നു. അത്രത്തോളം പേടിയായിരുന്നു മഹാനായ ഉമർ തങ്ങളെ. ഉമർ വരുന്നുണ്ടെന്ന് പറഞ്ഞാ പേടിയാണ്, ഉമറിനെ കുറിച്ച് കേട്ടാ പേടിയാണ്. ഉമർ എന്ത് പറഞ്ഞാൽ മക്ക ഇങ്ങനെ കിടുകിടാ വിറക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു പോകുന്ന വഴികളിലൂടെ പടച്ചവനെ ധൈര്യത്തോടെ ഒരു പെണ്ണിന് കടന്നു പോകാൻ കഴിയില്ല. കാരണം അവിടെ ശരീരം പിച്ച് ചീന്തുമായിരുന്നു. ഉമർ, ഖത്താബിന്റെ മകനായ ഉമർ. ആ ഉമറാണ് പടച്ചറബ്ബേ വിലായത്തിന്റെ പദവിയിലേക്ക് കടന്നു വന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ സ്നേഹവാചകമായി മാറിയത് പ്രവാചകൻ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹൃദയത്തോട് ചേർത്ത് വെച്ചു. ആ രൂപത്തിലേക്ക് രണ്ടുപേരും മാറിയതെന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരായത്ത് കേട്ടതാണ്. വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടതാണെന്ന് എൻ്റെ പ്രിയമുള്ളവരെ ചരിത്രമതാ പറയുന്നു. തന്റെ പ്രിയപ്പെട്ട സഹോദരിയായ ഫാത്തിമ ഓതിയ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഹൃദയത്തിലേക്ക് കടന്നു വന്നില്ലേ? അവിടുന്ന് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നല്ലോ. അല്ലാഹുവേ പടച്ചവനെ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ഇങ്ങനെ പാരായണം ചെയ്യുകയാ. വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തുണ്ടല്ലോ, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾ എത്ര വലിയ നന്മയാണ് ചെയ്യുന്നത്, ആ നന്മ നിങ്ങൾ കണുമണി തൂക്കം പോലും കുറയാതെ നിങ്ങൾക്ക് അല്ലാഹു തആല കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം തിന്മയാ ചെയ്യുന്നത്, അത് ശർറായി കൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു തആല കാണിച്ചു തരുമെന്ന് അവിടുന്ന് സൂചിപ്പിക്കുന്ന വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തെടുത്തിട്ട് അവിടുന്ന് ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പൊട്ടിക്കരഞ്ഞല്ലോ. അവിടെ നിന്ന് തളർന്നു വീണല്ലോ. കാരണമെന്തേ? നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ, ആ പടച്ചുറപ്പിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. എന്ത് ഉത്തരമാണ് നമ്മൾ പറയുക? ദുനിയാവിൽ എന്ത് ചെയ്തോ, ദുനിയാവിൽ എന്ത് പറഞ്ഞോ, ആരോടൊക്കെ സംസാരിച്ചു, നീ എത്ര നന്മകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ, ഓരോ സെക്കൻഡിലെ നിമിഷങ്ങൾ നാളെ പടച്ചു തമ്പുരാൻ അതാ എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, എന്താ ചെയ്തെന്ന് ചോദിക്കുമ്പോ നമുക്ക് എന്താണ് അല്ലാഹുവിന്റെ മുമ്പിൽ പറയാനുള്ളത്? എനിക്കും നിങ്ങൾക്കും എന്താണ് പടച്ചുറപ്പിന്റെ മുമ്പിൽ പറയാനുള്ളത്? ഒരുപാട് തിന്മകൾ ചെയ്തത്, ഒരുപാട് തിന്മകൾ കണ്ടത്, ഒരുപാട് തിന്മകൾ പ്രവർത്തിച്ചത്, ചിന്തിച്ചത്, ഇത് മാത്രമാ പടച്ചവനെ നമുക്ക് പറയാനുള്ളത്. എന്നാൽ
ദുനിയാവിൽ നിന്ന് തന്നെ സ്വർഗമുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചവരുണ്ടല്ലോ. അവർ പോലും അല്ലാഹ് ഇത് കേട്ടിട്ട് പേടിച്ചു പോയവരാ പ്രിയമുള്ളവരെ. ഇത് കേട്ടിട്ട് പേടിച്ചു പോയവരാണ്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലേ? ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല എല്ലാം നിർത്തി പരിശുദ്ധമായ ഖുർആൻ കൊണ്ടാണ്. ഉമർ തങ്ങൾ ഖുർആൻ കൊണ്ടാണ്. എല്ലാവരും കരഞ്ഞു പോയത് ഖുർആൻ കൊണ്ടാണ് അല്ലേ? മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ വാതായനങ്ങളിലേക്ക് കടന്നുപോയത് ഹൃദയത്തിനകത്ത് പടച്ചവനെ പൊട്ടിക്കരയാനുള്ള മാർഗമെന്താ? വിശുദ്ധമായ ഖുർആനാ. ആ ഖുർആൻ ഇങ്ങനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് കരയാൻ. നരകത്തിന്റെ ആയത്ത് കേട്ടാൽ, അവിടുന്ന് അദാബുകളുടെ ആയത്ത് കേട്ടാൽ കരയുമായിരുന്നു നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹാ. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് പടച്ചവനെ ഖബർ കുഴിച്ചു വെച്ചുകൊണ്ട് അതിനകത്തിരുന്ന് ഖത്മ തീർത്തിട്ട് ഖത്മ തീർന്നിട്ട് അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിനെ അവിടുന്ന് ആത്മാർത്ഥമായിട്ട് അവിടുന്ന് പാരായണം ചെയ്ത മഹദിയാ നഫീസത്ത് ബീവി റളിയല്ലാഹു തആല അൻഹാ നരകത്തെ കുറിച്ചിട്ട് പറയുന്ന ആയത്ത് ഇങ്ങനെ കേട്ടപ്പോൾ മഹദിയാ നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് ബോധരഹിതരായിട്ട് താഴെ വീണിട്ടുണ്ട്. ബോധരഹിതരായിട്ട് താഴെ വീണിട്ടുണ്ട്. എന്തേ കാരണം? എൻ്റെ പ്രിയമുള്ളവരെ, വിശുദ്ധമായ ഖുർആൻ കേട്ടതാണ്, ഖുർആനിനെ കുറിച്ചിട്ട് അറിഞ്ഞതാണ്. അല്ലാഹുവേ പടച്ചവനെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്റെ വിശുദ്ധമായ ഖുർആനിനെ മനസ്സിലാക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ, ജീവിതത്തിൽ നന്മകൾ പകർത്താനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനേ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ ദിക്ർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും തസ്ബീഹ് കൊണ്ടും നന്മകളെ കൊണ്ടും നമ്മൾ ഏറ്റവും കൂടുതൽ അവിടുന്ന് നമ്മുടെ ഖൽബും നമ്മുടെ ശരീരവും ഏറ്റവും കൂടുതൽ പാകപ്പെടുത്തിയെടുക്കേണ്ട സമയമാണ് ഈ സമയങ്ങൾ, ഈ ദിവസങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നത്. കാരണം എന്താ? മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ബോധവും ഈമാനും എല്ലാം ഊരിപ്പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മനസ്സിലായോ? ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ കടന്നു പോകുമ്പോൾ അല്ലാഹുവേ പടച്ചവനെ ഇസ്ലാമിന്റെ ആശയങ്ങളെ, ഇസ്ലാമിന്റെ ആശയാദർശങ്ങളെ മുഴുവനും പടച്ചവനെ ഖബറടക്കി മൂടി വെച്ചവനാണോ? ഉമ്മയെപ്പോലും അനുസരിക്കാതെ ദുനിയാവിലൂടെ കടന്നു പോകുന്നവനാണോ? വാപ്പയെ ദേഷ്യപ്പെടുത്തുന്നവനാണോ? അടിക്കുന്നവനാണോ? ഒരാളോടും അവിടുന്ന് സ്നേഹത്തോടെ പെരുമാറാത്തവനാണോ? പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയുമ്പോൾ അതിനെയെല്ലാം കളിയാക്കുന്നവനാണോ? ദുനിയാവിൽ അത്രത്തോളം തെറ്റുകളിലൂടെ ജീവിച്ചവനാണോ? ഒരിക്കലും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അള്ളാനെ കുറിച്ചിട്ട് ഓർമ്മയില്ലാതെ നടന്നു പോയവനാണോ? അതിന്റെ ദീനിന്റെ മസാലകളും ദീനിന്റെ നിയമങ്ങളും പറയുമ്പോൾ ആ പണ്ഡിതന്മാരെ മുഴുവനും കളിയാക്കിയവനാണോ? അല്ലാഹുവേ പടച്ചവനെ മോനെ നിന്നെ ഖബറിലേക്ക് വെക്കുമ്പോൾ അല്ലാ നീ മരിക്കുന്ന സമയത്ത് നിന്റെ മുമ്പിലേക്കതാ അസ്റായീല് ഭീകരമായ രൂപത്തിലാ കടന്നു വരിക, വല്ലാത്തൊരവസ്ഥയിലാ കടന്നു വരിക, വല്ലാത്ത ഭീകരമായ രൂപത്തിലാ കടന്നു വരുന്നത്. ഒരിക്കലും തന്നെ പടച്ചവനെ നിനക്ക് സഹിക്കാൻ കഴിയില്ല, നിനക്കൊരിക്കലും തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. അത്രത്തോളം അവിടുന്ന് ഭയാനകമായ രൂപമാണ്. ദുനിയാവിൽ നീ എത്ര വലിയ പ്രേതത്തിന്റെ കഥകൾ പറയുന്ന, അല്ലാഹുവേ പേടിപ്പെടുത്തുന്ന സിനിമ
സിനിമയും ഓരോ ഷോർട്ട് ഫിലിമുകളും കണ്ടുകൊണ്ട് നീ പേടിച്ചെന്ന് പറയാറുണ്ടല്ലോ, സങ്കടം വന്നെന്ന് പറയാറുണ്ടല്ലോ. അതുപോലെയല്ല ഇത്, അതുപോലെയല്ല ഇത്. ഇത് അതിനേക്കാളും വലുതാണ്, ഇത് അതിനേക്കാളും വലുതാണ്. ഒരാൾക്ക് പോലും അവിടെ നിന്ന് സങ്കല്പിക്കാൻ കഴിയുന്നതല്ല. ഇത് ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ മോശപ്പെട്ട് നടന്നാൽ നമ്മൾ അനുഭവിച്ചു പോകുന്നതാണെന്ന് മനസ്സിലാക്കണം മോളെ. അല്ലാഹു തആല ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. മരിക്കുന്ന സമയത്ത് മൃഗീയമായ രൂപത്തിലാണടാ നീ കിടന്നിട്ട് പറയുന്നത്. അല്ലാഹുവേ പടച്ചവനെ, നരകത്തെ നിനക്ക് കാണിച്ചു തരുമല്ലോ. കത്തിയാളുന്ന ഉഹദ് മലയോളം വലുപ്പത്തിൽ ഉയർന്നു കൊണ്ടിരിക്കുന്ന തീജ്വാലകൾ അല്ലാഹു തആല നിനക്ക് കാണിച്ചു തരുമല്ലോ. ഇതെല്ലാം കണ്ടുകൊണ്ട് നീ അട്ടഹസിക്കുന്നുണ്ട്, പൊട്ടിക്കരയുന്നുണ്ട്. മരിക്കുമ്പോ അസ്റായീൽ നിന്റെ കാലിൽ നിന്ന് പിടക്കുന്ന സമയമുണ്ടല്ലോ. ആ സമയത്ത് നിനക്കൊരു വേദന വരാനുണ്ട്, നിനക്കൊരു വിഷമം വരാനുണ്ട്, നിനക്കൊരു സങ്കടം വരാനുണ്ട്. നീ എന്നെ ഒന്ന് മടക്കി തരുവോ എന്ന് റബ്ബിന്റെ മുമ്പിൽ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞാലും അല്ലാഹു ഒരിക്കലും എന്നെയും നിങ്ങളെയും മടക്കൂലല്ലോ. അല്ലാഹ് നിന്നെ ഖബറിന്റെ അകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ലാ ജസാഖല്ലാഹു അന്നാ ഖൈറാ, നിന്റെ ഖബറിനകത്ത് നന്മയായിട്ടൊന്നും തന്നെ ഇല്ലല്ലോ. നിന്റെ ഖബറിനകത്ത് വെളിച്ചമായി ഒന്നുമില്ലല്ലോ. നിന്റെ ഖബറിനകത്ത് നന്മയായിട്ടൊന്നും കാണുന്നില്ലല്ലോ. എന്തേ? അവിടെ നിന്നുള്ള കാര്യം എന്തെന്നറിയോ? അവിടെ നിന്നുള്ള കാര്യം എന്തെന്നറിയോ? ദുനിയാവിൽ നീ അങ്ങനെയാണടാ ജീവിച്ചത്. നിന്റെ രണ്ട് ഭാഗത്തും നിന്റെ നന്മയും തിന്മയും എഴുതുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകൾ വിളിക്കുകയാണ്, അവിടെ നിന്ന് പറയുകയാണ്, എത്രയോ വലിയ തെറ്റുകളിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത്. അല്ലാഹുവേ പടച്ചവനെ, എത്ര കള്ള് ഷാപ്പിന്റെ വേളയിലാടാ നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത്. എത്ര പെണ്ണുങ്ങൾ ആട്ടം ചാടുന്നവള് അവരുടെ വസ്ത്രം ധരിച്ചിട്ട് നഗ്നമേനികളിലൂടെ ചാടി തുളുമ്പുന്ന ശരീരം എത്രയാണടാ നീ ഞങ്ങളെ കാണിച്ചത്. എത്രയോ വ്യഭിചാരശാലകളിലേക്കാണ് നീ ഞങ്ങളെ കൊണ്ടുപോയത്. ദീന് പറയുന്ന എവിടേക്കെങ്കിലും നീ ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് നീ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ രണ്ട് ഭാഗത്തുള്ള മലക്കുകളുണ്ടല്ലോ, അതാ അവിടെ നിന്ന് സങ്കടപ്പെടുകയാണ്. നീ ഇവിടെ കിടക്കടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചുറ്റുഭാഗത്ത് നിന്ന് നമ്മളെ മലക്ക് പോലും ക്ഷമിക്കുന്നുണ്ട് എന്റെ പ്രിയമുള്ളവരെ. എന്നാലോ നന്മയാ ചെയ്തത്. അള്ളാന്റെ ദീന് പറയുന്നത് എങ്ങനെയൊക്കെയുണ്ടോ അതിലേക്കെല്ലാം പോയിട്ട് സഹകരിക്കുന്നവരാണ്, ഇരിക്കുന്നവരാണ്. ദീനിന് ചോദിച്ചാൽ ആത്മാർത്ഥമായിട്ട് കൊടുക്കുന്നവരാണ്, റബ്ബിനെ മനസ്സിലാക്കിയവരാ, സയ്യിദന്മാരോട് സ്നേഹമുള്ളവരാ, ആലിമീങ്ങളോട് സ്നേഹമുള്ളവരാ. പടച്ചറബ്ബേ, റബ്ബിന്റെ എല്ലാ വിധിവിലക്കുകളെ, ആശയങ്ങളെ, ആദർശങ്ങളെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവിടെ നിന്ന് ജീവിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, 5 വഖത്ത് നമസ്കാരം നിലനിർത്തുന്നവരാ. അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയവരാ. നാളെ നീ മരിക്കുന്ന സമയത്ത് അതാ നിന്റെ മുമ്പിലേക്ക് അസ്റായീൽ വരുമ്പോ, മോനെ, നിന്റെ 2 മലക്കുകളുണ്ടല്ലോ, നിനക്ക് വേണ്ടിയിട്ട് സന്തോഷത്തിന്റെ വാക്കുകൾ പറയുമല്ലോ, നിനക്ക് വേണ്ടിയിട്ട് സമാധാനത്തിന്റെ കഥകൾ പറയുമല്ലോ. നീ സങ്കടപ്പെടുമ്പോ, ദുനിയാവിന്ന് പോകുമ്പോ, വേദന കൊണ്ട് പുളയുമ്പോ, അസ്റായീലിനെ കാണുമ്പോ പേടിക്കുകയാണ്. ഇവിടെ നിന്ന് എന്റെ ഉമ്മാനെ വിട്ടു പോകല്ലേ, വാപ്പാനെ വിട്ടിട്ട് പോകല്ലേ, ഭാര്യയെ വിട്ടിട്ട്, മക്കളെ വിട്ടിട്ട്, കൂടപ്പിറപ്പുകളെ വിട്ടിട്ട് എന്നേക്കുമായിട്ടുള്ള യാത്രയാണല്ലോ. അതുകൊണ്ട് നീ ഇങ്ങനെ സങ്കടപ്പെടുമ്പോ അതാ മലക്കുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, മോനെ കരയല്ലടാ, കരയല്ലടാ, ഫബ്ശിറൂ ഫിൽ ജന്ന,
നിനക്ക് സ്വർഗം കൊണ്ടതാ അവിടുന്ന് സന്തോഷ വാർത്ത അറിയിക്കുക, സ്വർഗത്തെ കാണിച്ചു തരികയാ, സ്വർഗത്തിന്റെ പരിമളം നിനക്ക് ഗന്ധക്കാൻ തരികയാ, സ്വർഗത്തിന്റെ എല്ലാ അനുഭൂതികളും നിന്നിലേക്ക് അതാ ചേർത്ത് തരുമെന്ന് റസൂലുള്ളാഹിയാ പറയുന്നത്. ലാ യാതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ. ആരാ റസൂലുള്ളാഹി എന്തേ പറയുന്നത്? അത് അല്ലാഹ് പറഞ്ഞതാണ്, അത് അല്ലാഹു പറഞ്ഞതാണ്. ജിബ്രീലിലൂടെ അല്ലാഹു തആല പറഞ്ഞതല്ലാത്ത വഹയിന്റെ നാവല്ലേ റസൂലുള്ളാഹിന്റെ സംസാരങ്ങള് ആ പ്രവാചകരാ പഠിപ്പിച്ചത്. ആരാം ആ പ്രവാചകരെ പഠിപ്പിച്ചത്? അതുകൊണ്ട് നമ്മൾ പറയുന്നു, നമ്മൾ കേൾക്കുന്നു, ഇതെല്ലാം ഇന്ന് നന്മകളാണ്. നാളെ മരിക്കുന്ന സമയത്ത് പോലും പടച്ചവനെ ഇതെല്ലാം സന്തോഷത്തിന്റെ കൂട്ടുകാരാക്കി ആനന്ദത്തിന്റെ ഏറ്റവും വലിയ സമയങ്ങളാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തരുമെന്ന് അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ ഉള്ളറയിൽ നീ കിടക്കുമ്പോ പേടിയാണല്ലോ, വല്ലാത്ത കൂരിരുട്ടാണല്ലോ. പടച്ചവനെ, മക്കള് പിരിഞ്ഞു, വാപ്പ പിരിഞ്ഞു, ഉമ്മ പിരിഞ്ഞു, ഭാര്യയും പിരിഞ്ഞു, ഉമ്മയും പിരിഞ്ഞു. പിന്നെ ആരാ ഖബറിനകത്ത് കൂട്ടിനുള്ളത്? എന്തേ ദുനിയാവിൽ നിന്ന് നമ്മൾ ചെയ്തു വെച്ചത്? ഇവിടെ നിന്ന് എന്താ നമ്മൾ ചെയ്തു വെച്ചത്? ഇവിടെ വെച്ചിട്ട് എന്താ പറഞ്ഞത്, എന്താ കേട്ടത്? അത് മാത്രമാ പിന്നെ കൂട്ടിനുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ മലക്കുകൾ നിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാ. എന്നിട്ട് പറയുന്നു, കരയല്ലടാ, വിഷമിക്കല്ലടാ, വിഷമിക്കല്ലടാ. എന്തേ കാര്യമെന്നറിയോ? ദുനിയാവിൽ നീ ഞങ്ങളെ നന്മയിലേക്ക് കൊണ്ടുപോയവരാ. ദുനിയാവിൽ വെച്ചിട്ട് മലക്കുകൾക്ക് നന്മ കാണിച്ചു കൊടുത്തു, നന്മ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് അല്ലാഹു തആല മലക്കുകളെ നിന്റെ അടുത്തേക്ക് വിട്ടിട്ട് അവിടുന്ന് സമാധാനിപ്പിക്കുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ദീനീപരമായിട്ടുള്ള ബോധം കടന്നു വരട്ടെ, നമ്മുടെ മനസ്സിനകത്തേക്ക് കടന്നു വരട്ടെ, നല്ലതായിട്ടുള്ള ചിന്തകൾ കടന്നു വരട്ടെ. നമ്മുടെ ഹൃദയത്തിൽ മാത്രം വന്നാ പോരാ, നമ്മുടെ വീടിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, ആ മക്കളുടെ ഹൃദയത്തിലും കൂടെ കടന്നു വരട്ടെ. അവർക്ക് ഇത് എൻ്റെ ഉമ്മയാണ്, ഇത് എൻ്റെ വാപ്പയാണ്, ഇത് എൻ്റെ സഹോദരനാണ്, സഹോദരിയാണ് എന്നെന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കാൻ കഴിയണം. എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ വഷളായി തീരുമെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അല്ലാഹു തആല നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഇന്നലെ ന്യൂസിൽ ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നല്ലോ. പടച്ചവനെ, അധ്യാപകൻ ഫോൺ പിടിച്ചുവത്രേ, അധ്യാപകൻ ഫോൺ പിടിച്ചുവത്രേ. അധ്യാപകന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറയുന്ന ഒരു പൊന്നുമോന്. പടച്ചുറപ്പേ, എവിടെയാണ്? നമ്മുടെ തൊട്ടടുത്ത ജില്ലയാണ്, പാലക്കാട് ജില്ലയിലാണ്. എന്റെ പ്രിയമുള്ളവരെ, +2 +1 പഠിക്കുന്ന ഒരു പൊന്നുമോനാണ്. അല്ലാ, അധ്യാപകന്റെ മുഖത്ത് നോക്കി പോലും ഭീഷണി മുഴക്കുകയാണ് മക്കള്.
മാതാപിതാ ഗുരു ദൈവം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്, അതാ നമ്മൾ പറയേണ്ടത്. നമ്മൾ പലരും പറയുന്നുണ്ടെങ്കിൽ പടച്ചവനെ നമ്മുടെ മക്കളിൽ അത് കാണുന്നില്ല, നമ്മളിലത് കാണുന്നില്ല. ഇതാണ് അതിന്റെ ഏറ്റവും വലിയ വിഷമമെന്ന് പറയുന്നത്. അല്ലാ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇന്ന് അധ്യാപകർക്ക് വിലയില്ല. തോന്നുന്നത് പോലെയാണ് ക്യാമ്പസുകളുടെ അവസ്ഥ. അവരിങ്ങനെ അടികൂടും, ആരും ചോദിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. പണ്ടൊക്കെ ഹെഡ്മാഷ് ചൂരലെടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാൽ കുട്ടികളെല്ലാവരും പടച്ചവനെ HM വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഓടി കയറുമായിരുന്നു ക്യാമ്പസിന്റെ ഉള്ളില്, ആ ഒരു ക്ലാസിന്റെ ഉള്ളില്. എന്നാൽ ഇന്ന് അധ്യാപകരാരെങ്കിലും വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് നേരെ പടച്ചുറപ്പേ നെഞ്ചും വിരിച്ച് കൈ മടക്കി പിടിച്ചിട്ട് തുണി മടക്കി കുത്തിയിട്ട് അവിടെ മുമ്പിൽ പോയിട്ട് ന്യായീകരണങ്ങൾ പറഞ്ഞിട്ട് പടച്ചുറപ്പേ അവർക്ക് നേരെ വിരൽ ചൂണ്ടുന്ന മക്കളെയാണ് ഇന്ന് പല ക്യാമ്പസുകളിൽ നമ്മൾ കാണുന്നത്, ഇന്ന് പല സ്കൂളിന്റെ വരാന്തകളിലും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ചിന്തിക്കണം നമ്മളുടെ പ്രിയമുള്ളവരെ. പലതും നമ്മൾ മനസ്സിലാക്കണം. എന്താണ് നമ്മുടെ മക്കൾ, എന്താണ് അവരുടെ രീതി, അവരെന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ ശൈലികൾ എന്താണ്, അവർ പോകുന്ന ഓരോ മേഖലകൾ, അവർ സഞ്ചരിക്കുന്ന മേഖലകൾ, ഇതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവസാനം ഏറ്റവും വലിയ പരാജയം നേരിടുന്നത് അത് നമ്മൾ തന്നെയാകുമെന്ന് മറക്കരുത്. അല്ലാഹ്, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളെ നീ നന്മയുള്ളവരിൽ പെടുത്തണേ അല്ലാ, നന്മയുള്ളവരിൽ പെടുത്തണേ തമ്പുരാനെ. പല രക്ഷിതാക്കളും പറയാണ്, സ്കൂളിൽ നിന്ന് അധ്യാപകൻ വിളിക്കാൻ, നിങ്ങളെ പൊന്നുമോൻ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ മകൻ ഇങ്ങനെയൊക്കെയാണ്, ഇത്രയും മോശത്തരങ്ങളാണ് ഇവിടെ കാട്ടുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെയൊക്കെ ക്യാമ്പസുകളിൽ നിന്ന്, പല ക്യാമ്പസുകളിൽ നിന്ന് ഉമ്മമാർക്ക് അപ്പമാർക്ക് രക്ഷിതാക്കളെ വിളിക്കുമ്പോ പല രക്ഷിതാക്കളും പറയാണ്, എന്റെ കുട്ടി അങ്ങനൊന്നും കാട്ടൂല, എന്റെ കുട്ടി അങ്ങനൊന്നും പ്രവർത്തിക്കൂല. ഈ ചിന്തകളാണ് പടച്ചവനെ പല രക്ഷിതാക്കളുടെയും മനസ്സിനകത്തുള്ളത്. എന്നാൽ നമ്മുടെ മക്കളെ തള്ളിപ്പറയണം എന്നല്ല, ചെയ്യാത്തതിന് കുറ്റപ്പെടുത്തണമെന്നല്ല. എന്നിരുന്നാലും ഒരു ശ്രദ്ധ, ഒരു വല്ലാത്തൊരാശങ്ക, ഒരു വല്ലാത്തൊരു നമ്മൾ അവരുടെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധം എന്റെ പ്രിയമുള്ളവരെ അവർക്കുണ്ടാകണം. ആ ശ്രദ്ധ നമ്മൾ എപ്പോഴും, നമ്മളിങ്ങനെ ഏത് സമയത്തും നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കണം. പഠിച്ചോനെ, എന്റെ കുട്ടി എന്തായിരിക്കും, ഒന്ന് ആരെങ്കിലും സ്കൂളിൽ നിന്ന് അധ്യാപകൻ വിളിച്ചാൽ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് പറയണം. അല്ലാതെ അതിന്റെ മുമ്പ് തന്നെ പറയാണ്, എന്റെ കുട്ടി അങ്ങനൊന്നും കാട്ടൂല, നിങ്ങൾ കളവ് പറയാണ്. ഇവിടെ പറഞ്ഞ് പരത്തി അധ്യാപകർക്കും ടീച്ചേഴ്സിനും ഉസ്താദന്മാർക്കും പരാതി. കുട്ടി നല്ല പുണ്യാളനായി മാറുന്ന അവസ്ഥ. എന്നാൽ പഠിച്ചവനെ അധ്യാപകരും ശ്രദ്ധിക്കണം. നമ്മൾ വെറുതെ അവരെ ടോർച്ചർ ചെയ്യരുത്. അധ്യാപകരായ ആളുകൾ അവരെ വല്ലാതെ, ചില സ്കൂളുകളിലൊക്കെ വല്ലാത്ത മോശമായ പദപ്രയോഗങ്ങൾ നടത്തുന്നവരുണ്ട്, അധ്യാപകരുണ്ട്. എത്രയോ കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. അതും ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണേ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഓരോ ക്യാമ്പസിന്റെ ഉള്ളറയിലും ഇന്ന് പടച്ചവനെ ഓരോ പാർട്ടികളാണ് അതിന് കൊടി പിടിക്കുകയാണ്. അതിന് കൊടി പിടിച്ചിട്ട് പടച്ചവനെ ഇന്ന് ഓരോ സ്കൂളിന്റെ വരാന്തകളിലൂടെ സമരം ചെയ്യുകയാണ്. അല്ലെ, ഓരോന്നിങ്ങനെ സമരം ചെയ്യാണ്. ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആളുകൾ, ഞങ്ങൾക്കാണ് ഇവിടെ അംഗബലമുള്ളത്. എന്നിട്ട് ഇലക്ഷൻ നടക്കാൻ അവിടെ ചിലപ്പോൾ അടി ഉണ്ടാവാണ്, പ്രശ്നങ്ങൾ ഉണ്ടാവാണ്. പ്രശ്നം എന്താണതൊക്കെ? എന്നാ നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം.
മനസ്സിലാക്കണം. ആ രംഗത്ത് നമ്മൾ എൻ്റെ പ്രിയമുള്ളവരെ ഇലക്ഷനും ഇതിന് വേണ്ടി പാർട്ടിക്കും സംഘടനകൾക്കും വേണ്ടിയിട്ട് അടികൂടുന്ന ആളുകൾ അവരൊന്ന് മനസ്സിലാക്കണം. അതിന്റെ പേരിൽ അധ്യാപകരെ വെല്ലുവിളിക്കുന്നവരുണ്ട്, കൂട്ടുകാരെ വെല്ലുവിളിക്കുന്നവരുണ്ട്, കൂട്ടുകെട്ടുകളിൽ വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ചെറുപ്പക്കാരെ കാണാൻ കഴിയും. എന്നാ മനസ്സിലാക്കിക്കോ, ഈ കൊടി പിടിക്കാനും സമരം വിളിക്കാനും സമൂഹത്തിൽ ഇറങ്ങിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരിൽ എൻ്റെ പ്രിയമുള്ളവരെ ഇതിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളുകളുടെ മക്കളില്ല. അവരൊക്കെ ഈ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് നല്ല പഠനം കാഴ്ചവെക്കാണ്. അവർ എഞ്ചിനീയർമാരാണ്, അവർ പഠിച്ചവനെ അഡ്വക്കറ്റുമാരാണ്, അവരൊക്കെ നല്ല നല്ല ജീവിതത്തിലാണ്. എൻ്റെ പ്രിയമുള്ളവരെ ഡോക്ടർമാരാണ്. എന്നിട്ട് അവരുടെ അങ്ങനെ വല്ലാതെ പഠിച്ചവനെ സുന്ദരമായ ജീവിതമാണ്, പണത്തിന്റെ മുകളിൽ ആഡംബരമായ ജീവിതം നയിക്കാണ്. പഠിച്ചവനെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മക്കൾ പാർട്ടിക്കും സംഘടനക്കും വേണ്ടിയിട്ട് കോളേജ് വരാന്തരങ്ങളിൽ കൊടി പിടിച്ചിട്ടുന്ന അടികൂടാണ്. ഇതിന്റെയൊക്കെ നേതാക്കന്മാരെ മക്കളെന്നതിനിറങ്ങോ? ഇതിന് കൂടോ? ആരും വരൂല. ഇതിന്റെയൊക്കെ പിറകിൽ പിന്നെ ആരാ? പാവങ്ങളായ പട്ടിണി പാവങ്ങളായ മക്കൾ അല്ലെ, ഒന്നുമില്ല. ഇതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് അവര് സമൂഹത്തിന്റെ അവരെ വലിയ വിലയൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ക്യാമ്പസുകൾ, ഞാൻ ആ ഒരു മകന്റെ വീഡിയോ അങ്ങനെ കണ്ടപ്പോ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരു അധ്യാപകന്റെ മുമ്പിൽ ഇങ്ങനെ ചാരിയൊക്കെ ഇരുന്ന് ഒരു വല്ലാത്ത അവസ്ഥയിലൊക്കെ ഇരുന്നിട്ട് എന്തൊക്കെയാണ് ആ മകൻ, ആ ഒരു പൊന്നുമോനോ വിളിച്ചു പറയുന്നതെന്നറിയോ? കൊല്ലും, വീഡിയോ എടുത്താൽ അത് കാട്ടും, ഫോൺ പിടിച്ച് ഫോൺ മര്യാദക്ക് കൊണ്ട് അങ്ങനെ കാട്ടും. ഒരു വല്ലാത്തൊരു സങ്കടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അവിടെ നിന്നുള്ള ഭീഷണിയൊക്കെ മുഴക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ പ്രിയമുള്ളവർ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി. അല്ലാഹുവേ പഠിച്ചവനെ, നമ്മുടെയൊക്കെ തലമുറ ഇങ്ങനെയാണോ ജീവിക്കുന്നത് എന്നറിയാതെ ചിന്തിച്ചു പോയി. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മക്കൾക്ക് ദീനീ ബോധം കൊടുക്ക്. ഇത് എൻ്റെ അധ്യാപകനാണ്, ഇതെൻ്റെ ഉമ്മയാണ്, ഇതെൻ്റെ വാപ്പയാണ്, മറ്റു ബന്ധപ്പെട്ടവരാണ് എന്ന് ചിന്തിക്കാനും അനുസരണ കൊടുക്കാനുമുള്ളൊരു മനസ്സെൻ്റെ പ്രിയമുള്ളവരെ നമുക്കൊക്കെ ഉണ്ടാകണം. അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് മക്കൾ കയ്യിൽ കരുതിയ കലയെ കൂട്ടി കണ്ടറിഞ്ഞ ആ പിച്ചാത്തി കൊണ്ടും വെട്ടുവാള് കൊണ്ടും പടച്ച റബ്ബേ മഴ കൊണ്ടൊക്കെ കൊത്തിയിട്ട് അവർ നമ്മുടെയൊക്കെ തലയെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ആലോചിച്ചു പോയി, പടച്ചവനെ, ആ ഉമ്മ, ആ പ്രിയപ്പെട്ട ആ മകന്റെ ആ ഉമ്മ എത്രത്തോളം വിഷമങ്ങൾ ഇതൊക്കെ സഹിക്കുമ്പോൾ, സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ ഇങ്ങനെ പ്രചരിക്കുമ്പോൾ എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ട് ആ മകന്റെ കാര്യത്തിൽ എന്ന് ഞാൻ അറിയാതെ ചിന്തിച്ചു പോയി. അല്ലാഹു തആല എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നന്മയിലാക്കട്ടെ. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു തആല നന്മയിലാക്കട്ടെ. നമ്മുടെ മക്കൾക്ക് നമുക്ക് നന്മ വേണ്ടേ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട്, ലാ യൻഫഉ മാലും വലാ ബനൂൻ, നിങ്ങളെ കുട്ടികളും നിങ്ങളെ സമ്പത്തും നാളെ പടച്ചവന്റെ മുമ്പിൽ ഉപകാരപ്പെടാത്ത കുറച്ച് വിഭാഗമുണ്ട്. അങ്ങനെ ചില ആളുകളുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ദുനിയാവെന്നൊക്കെ ഇങ്ങനെ നമ്മളെ മക്കളെ വളർത്തിയാൽ നാളെ അള്ളാന്റെ മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോ നമ്മുടെ ഈ മക്കൾ നമുക്ക് ഉപകരിക്കോ? നമ്മുടെ മക്കൾ നമുക്ക് ഉപകരിക്കോ? ഇല്ല. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പഠിച്ചവനെ ഞങ്ങൾ സ്വീകരിക്കണേ, അല്ലാഹ് റാഹത്തിലാക്കണേ റഹ്മാനെ.